സോ ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ സ്വന്തം പേഴ്സണൽ ബൈക്കായിട്ടുള്ള ഡൊമിനാർ 400 യൂസർ റിവ്യൂ ആണ്. എൻ്റെ ബൈക്ക് ഓൾമോസ്റ്റ് 26,000 കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് പർച്ചേസ് ചെയ്യുന്നത് 2023 മാർച്ച് ലാസ്റ്റിലാണ്. സോ 1.5 ഇയർ കഴിഞ്ഞിരിക്കുന്നു. സോ 1.5 ഇയറിൽ തന്നെ 26,000 കംപ്ലീറ്റ് ആയി. ഈവൻ ഫസ്റ്റ് ഇയറിൽ തന്നെ 20,000 അടുത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റർ ഓൺ കുറച്ച് 6 മാസം കൊണ്ട് 6,000 കിലോമീറ്റർ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഇത് ജസ്റ്റ് ബിഫോർ ദ E20 ഫ്യൂവലിന് തൊട്ട് മുന്നേ ഇറങ്ങിയ ഡൊമിനാർ വേർഷനാണ്. സോ ഇത് കഴിഞ്ഞിട്ടാണ് E20 വേർഷൻ എല്ലാം ഇറങ്ങിയത്. പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള എൻജിൻ വെച്ച് വരുന്ന പുതിയ വണ്ടി. സോ അതിന് തൊട്ട് മുന്നേ ഉള്ള മോഡലാണ്. സോ ഞാൻ എന്തുകൊണ്ട് ഡൊമിനാർ 400 ചൂസ് ചെയ്യാൻ കാരണമെന്ന് വെച്ചാൽ, ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ടൈമിൽ, അതായത് 2023 മാർച്ച് ആ ടൈമിൽ, അതായത് 23 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബജാജ് ഒരു ഡിസ്കൗണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൊമിനാർ 400-ന്. ദാറ്റ് ഒരു 30,000 അടുത്തൊരു ഡിസ്കൗണ്ടഡ് പ്രൈസ്, 30,000 റുപ്പീസ് ഡിസ്കൗണ്ട് വരുന്നതെന്ന് വെച്ചാൽ അവരൊരു 6,000 റുപ്പീസ് എക്സ് ഷോറൂമിൽ റേറ്റ് കുറച്ചപ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് എല്ലാം കാരണം നമുക്കൊരു 30,000-ഓളം റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ അതൊരു ലിമിറ്റഡ് ടൈം എന്നുള്ള രീതിയിലായിരുന്നു വന്നത്, ജനുവരി. ബട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പയ്യെ ആണ് അതിൻ്റെ പ്രൈസ് ഹൈക്ക് വന്നു പോയത്. സോ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് വെറും 2,50,000 ആയിട്ടുള്ളൂ, ഫുൾ ഇൻക്ലൂഡിങ് ഓൾ ദ ആക്സസറീസ്. ഇതെല്ലാം അഡ്വഞ്ചർ കിറ്റിൽ വരുന്നതാണ്. ഈവൻ ദ നക്കിൾ ഗാർഡ്, വിൻസ്ക്രീൻ, പിന്നെ ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് ആകെപ്പാടെ നമുക്ക് ആക്സസറീസിൽ നിന്ന് ഒരു സാഡിൽ സ്റ്റേ ഡൊമിനാറിൻ്റെ തന്നെ ഒരെണ്ണം വരുന്നുണ്ട്. അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു ട്രിപ്പ്, ഒരു റൈഡിൻ്റെ ഇടയ്ക്ക്. സോ എല്ലാം തന്നെ, ഈവൻ ഈ മൊബൈൽ മൗണ്ട് വെക്കാനുള്ള ഒരു സ്റ്റേ വരെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആകെപ്പാടെ ഞാനിവിടെ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചതേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ സ്റ്റോക്കായിട്ട് വരുന്നുണ്ട്, ഈവൻ ദ മൊബൈൽ ചാർജർ എല്ലാം. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ 400cc വളരെ വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് പർച്ചേസ് ചെയ്തത്. ആസ് ആൻ ഇന്ത്യൻ എല്ലാവരും വാല്യൂ നോക്കിയാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. സോ ഞാൻ ആ ഒരു വേയിൽ തന്നെ പോയത് കൊണ്ടാണ് ഈ ഒരു പ്രൈസിന് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടി തന്നെ കിട്ടിയത്. ഈവൻ പല മോഡൽസിൻ്റെയും ലോവർ CC വണ്ടികൾ പോലും ആ പ്രൈസിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് തോന്നുന്നു ഡ്യൂക്ക് 250 വരെ ആ ടൈമിൽ ഇതിൻ്റെ അതേ പ്രൈസായിരുന്നു. സോ അപ്പം ആകെപ്പാടെ ഡൊമിനാർ 400 എടുത്തിരുന്ന ടൈമിൽ എനിക്കൊരു കൺസേൺ, മൈലേജ് കുറച്ച് കുറവായിരിക്കുമല്ലോ, എനിക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വണ്ടി ചൂസ് ചെയ്യാമെന്നായിരുന്നു ആദ്യമേ ഇനിഷ്യൽ തോട്ടൊക്കെ. ബട്ട് ഈ ഇത്രയും പ്രൈസിൽ ഈ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സോ കുറച്ച് കോംപ്രമൈസ് ചെയ്യാമെന്നോർത്താണ് അന്ന് വണ്ടി എടുക്കുന്നത്. ബട്ട് സർപ്രൈസിംഗ്ലി എനിക്ക് ആവറേജ് എപ്പോഴും ഒരു 33 to 36 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട്. ഈവൻ നോക്കി ഓടിക്കുകയാണെങ്കിൽ പോലും, അത്യാവശ്യം നോർമലായിട്ട് നോക്കി ഓടിക്കുകയാണെങ്കിൽ പോലും 38, 39, ഈവൻ എനിക്കൊരു തവണ 40 വരെ കിട്ടിയിട്ടുണ്ട്. ബട്ട് 40 കിട്ടാൻ ഞാൻ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻക്രീസ് ആയെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ അത് മാറിയിട്ട് ഒരു 1000 കിലോമീറ്റേഴ്സ് ആവുന്നേ ഉള്ളൂ. സോ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈവൻ അതൊരു നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ലേറ്റർ ഓൺ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. സോ ആ ഒരു ഫ്യൂവൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു മോഡിഫിക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ റിസൾട്ടായിട്ട് ഇപ്പം നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഞാനെപ്പോഴും ടാങ്ക് ടു ടാങ്ക് ആണ് ചെയ്യുന്നത്. ടാങ്ക് ടു ടാങ്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ഫ്യൂവൽ റേഞ്ച് എല്ലാം കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ടും കൂടെയാണെന്ന് തോന്നുന്നു ബൈക്കിന് നല്ലൊരു ഫ്യൂവൽ റേഞ്ച് കിട്ടുന്നുണ്ട്, ഫ്യൂവൽ മൈലേജ് കിട്ടുന്നുണ്ട്. സോ ആ ഒരു കൺസേൺ മാത്രമായിരുന്നു എനിക്ക് ഡൊമിനാർ 400 ടൈമിൽ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്. സോ സർപ്രൈസിംഗ്ലി അതെല്ലാം സോർട്ടായിട്ടാണ് ഇരിക്കുന്നത്.
എങ്ങനെ പോയാലും അത്യാവശ്യം കത്തിച്ച് പോകണമെങ്കിൽ അത്യാവശ്യം റാഷായിട്ട് ഓടിക്കുകയാണെങ്കിൽ പോലും ഒരു 33 വരെ എനിക്ക് കുറഞ്ഞു പോയിട്ടുള്ളൂ. ഈവൻ അതുപോലെ ഞാൻ കൂടുതലും ലോങ് ഡിസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. ഈവൻ ചെറിയ റൈഡുകൾ പോലും ആണെങ്കിൽ അതുപോലെ മോശമായിട്ട് ഓടിക്കുകയാണെങ്കിൽ എനിക്കൊരു തവണ 27-28 വരെ കുറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ താഴെ ഇതുവരെ പോയിട്ടില്ല. സോ അതാണ് ഫ്യൂവലിനെ കുറിച്ച് പറയാനുള്ളത്. ലേറ്റർ എൻ്റെ വേറൊരു കൺസേൺ ആയിരുന്നു ബജാജ് വണ്ടിക്ക് ഒരു ക്വാളിറ്റി കുറവും സർവീസ് എല്ലാം വളരെ മോശമാണ്. എൻജിൻ റിലയബിലിറ്റി ഇഷ്യൂസ് എല്ലാം പല രീതിയിലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സോ അതൊരു കൺസേൺ ആയിരുന്നു. ബട്ട് നമ്മൾ എത്ര നല്ലതായിട്ട് ഇപ്പോൾ എത്ര നല്ലോണം നോക്കുകയാണെങ്കിൽ അതെല്ലാം ഓവർകം ചെയ്യാമെന്നായിരുന്നു ഓർത്തിരുന്നത്. സോ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്താണ് നോക്കുന്നത്. അതിൻ്റെ ഒരു ഇതുവരെ ഇപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് യാതൊരു രീതിയിലും ഉള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സോ റിലയബിലിറ്റി ഈവൻ ഫസ്റ്റായിട്ട് ഡോമിനാർ റിലീസ് ചെയ്യുന്ന 2017 or 2018 ആ ടൈമിലാണ്. സോ ഇപ്പോൾ ഫസ്റ്റ് ജെൻ ഡോമിനാർ പോലെ ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്നവരെ എനിക്കറിയാം. സോ അവർ അതിൽ വളരെയധികം ഹാപ്പിയാണ്. ഈവൻ കുറച്ച് മൈലേജ് കുറച്ച് കുറവാണെന്നുള്ളൊരു കൺസേൺ മാത്രമല്ലാതെ ബൈക്ക് നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ഇപ്പോഴും. അപ്പം റിലയബിലിറ്റിയും ഒരു പരിധി വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളതെന്നാണ് കാണുന്നത് എൻ്റെ ബൈക്കിലും ബാക്കിയുള്ളവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ അങ്ങനെ അപ്പം ഇപ്പോൾ പോലും ആണെങ്കിലും ഈ ഒരു 400 സെഗ്മെൻറ്റ് വണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാനേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഡോമിനാർ 400 ഒരു 2,70,000 ആ ഒരു റേഞ്ചേ ആയിട്ടുള്ളൂ. ഒരു 20,000 മിച്ചം ഇൻക്രീസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 25 സ്റ്റാർട്ടിങ്ങിൽ തന്നെ പുതിയൊരു മോഡൽ വരുന്നുണ്ട്. അപ്പം അതിന് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി സെയിം എൻജിൻ ആവാനാണ് ചാൻസ്. NS400 പോലും ഡോമിനാറിൻ്റെ സെയിം എൻജിനാണ്. ഈവൻ വേറെ പല മാനുഫാക്ചറിൻ്റെയും വണ്ടിയിൽ എനിക്കൊരു പരിധി വരെ ഡോമിനാറിൻ്റെ എൻജിൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരങ്ങനെ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും. സോ അപ്പം ഈ ഒരു പ്രൂവൺ ആയിട്ടുള്ളൊരു എൻജിനിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം ഈവൻ സെയിം എൻജിൻ സെയിം കോൺഫിഗറേഷൻ ട്യൂണിങ്ങിലെല്ലാം കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും ഈ ഒരു സെയിം എൻജിൻ തന്നെയാണെങ്കിൽ ഇതേ സെഗ്മെൻറ്റ് ബാക്കിയുള്ള മാനുഫാക്ചറിങ് വണ്ടി നോക്കുമ്പം വളരെ പ്രൈസ് ഹൈ ആണ്. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി 2,60,000 to 2,70,000 കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഡീല് തന്നെയാണ്. ഇപ്പോൾ പുതിയ മോഡൽ വരുമ്പം മേ ബി അതിൽ കുറച്ച് ഇലക്ട്രോണിക്സിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരാനേ ചാൻസ് ഉള്ളതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിലും ട്രാക്ഷൻ കൺട്രോൾ, റൈഡ് ബൈ വയർ ഒക്കെ വരുള്ളൂ. അപ്പം ഈവൻ NS400 ട്രാക്ഷൻ കൺട്രോൾ ആൻഡ് റൈഡ് ബൈ വയറിൻ്റെ ഫാനല്ല ഞാൻ, ലാഗിയാണ്. സോ ഇപ്പം പുതിയൊരു ഡോമിനാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന ടൈം ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഉള്ള മോഡലിൻ്റെ റേറ്റ് പിന്നെയും കുറയും. സോ ആ ടൈമിൽ എടുക്കുകയാണെങ്കിൽ പിന്നെയും ഒരു 2,50,000 കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അപ്പം എടുക്കാൻ പ്ലാനുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉടനെ പുതിയ മോഡൽ വരുന്നുണ്ട്. പുതിയ മോഡൽ വരുമ്പോൾ പഴയ മോഡലിനും ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ പിന്നെ ഉള്ളത് കൺസേൺ, അതേപോലെ എല്ലാവരും വളരെ കുറ്റങ്ങൾ കുറേ കേൾക്കാറുള്ള ഒരു പാർട്ടാണ് ബജാജ് സർവീസ്. സോ സർവീസ് അവൈലബിലിറ്റി ഒക്കെ നല്ലോണം ഉണ്ട്. ഈവൻ ബാക്കിയുള്ള മാനുഫാക്ചേഴ്സിൻ്റെ സർവീസ് സെൻറ്റേഴ്സിനേക്കാളും ഒക്കെ. ഈവൻ ഞാനൊരു നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈവൻ ദോ പോയ ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് കുറേ സർവീസ് സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി ഒക്കെ വളരെയധികം ഉണ്ടായിരുന്നു. സോ സർവീസ് സെൻറ്റേഴ്സ് നല്ലതാണ്. ബട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് നിന്ന് ഡോമിനാർ സർവീസ് ചെയ്യണമെങ്കിൽ, അതായത് മേജർ സർവീസ്
അതായത് ഒരു 10,000 റേഞ്ച് വരുന്ന കിലോമീറ്റർ സർവീസുകളെല്ലാം, അതായത് ഓയിൽ ചേഞ്ച് അതുപോലെ കുറച്ച് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട സർവീസുകളാണെങ്കിൽ ആ സർവീസിന് എനിക്ക് എൻ്റെ തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിൽ പോകാൻ പറ്റില്ല. ഡോമിനാർ സർവീസ് ചെയ്യുന്ന ഡോമിനാറിൽ എക്സ്പെർട്ടേഴ്സിൻ്റെ അടുത്താണ് നമുക്ക് പോയി സർവീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്കപ്പോൾ സർവീസ് ചെയ്യാൻ ഒരു 40 കിലോമീറ്റേഴ്സോളം പോകേണ്ട വരുന്നുണ്ട്. സോ അത് ഓരോ സ്ഥലം അനുസരിച്ച് വ്യത്യാസം വരേണ്ടതാണ്. സോ ബട്ട് അതർ ദാൻ ദാറ്റ് ഇപ്പോൾ നമുക്ക് പാർട്സ് ആണെങ്കിൽ ഇപ്പോൾ പല പാർട്സ് ആണെങ്കിൽ പലതുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല ഇതുവരെ എനിക്ക്. സോ പിന്നെ വേറെ സർവീസിങ്ങിൽ പലർക്കും പല മിക്സഡ് അഭിപ്രായമുണ്ട്. ഇപ്പോൾ ഈവൻ ഡോമിനാർ സർവീസിങ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് പലയിടത്തുനിന്നും അത്ര നല്ല അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഈവൻ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സർവീസ് സെൻറ്ററിൽ നിന്ന് ചേഞ്ച് ചെയ്യാറുള്ളൂ. ഈവൻ ദോ ഇപ്പം സ്റ്റിൽ വാറൻറ്റിയിലാണെങ്കിൽ പോലും ഞാൻ ബജാജിൻ്റെ ഓയിലല്ല ചൂസ് ചെയ്യുന്നത്. അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നുമില്ല. അതിൻ്റെ പെർഫോമൻസും വളരെ മോശമാണ്. സോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഓയിൽ പെർഫോമൻസ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 3000-4000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അതിൻ്റെ 4000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഫുൾ അതിൻ്റെ പെർഫോമൻസ് എല്ലാം ഡൗൺ ആവുന്ന രീതി പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ദോ അവർ 10,000 കിലോമീറ്റേഴ്സാണ് ഓയിൽ ചേഞ്ച് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രൈസ് കൊടുത്തിട്ട് ആ ഒരു സർവീസ് പീരീഡ് 10,000 കിലോമീറ്റർ വരെ അത്ര എൻജിന് നല്ലതായിട്ട് തോന്നിയിട്ടില്ല. സോ ഞാൻ ബജാജ് ഓയിലിന് പകരം ഞാൻ മോട്ടീവുകളാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ ഞാൻ വേറെ പലതും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് കാസ്ട്രോണിലെ പവർ വൺ, അൾട്ടിമ, സൂപ്പർ ബൈക്ക് ഓയിൽ ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതിനേക്കാളും ഒക്കെ മച്ച് ബെറ്റർ പെർഫോമൻസ് എൻ്റെ യൂസിന് കുറച്ചുകൂടെ മോട്ടീവുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈവൻ ദോ മോട്ടീവുകളാണെങ്കിൽ പോലും നമ്മൾ ഒരു കോൾഡ് സ്റ്റാർട്ടിൽ എൻജിൻ നല്ലോണം ഹീറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഒരു റിഫൈൻമെൻറ്റ് കൂടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു 1 to 2 minutes നിങ്ങൾക്ക് കോൾഡ് സ്റ്റാർട്ടിൽ ഓണാക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. സോ എൻജിൻ അപ്പോൾ നല്ലോണം ഹീറ്റാവുന്നതനുസരിച്ച് വണ്ടിയുടെ സ്മൂത്ത്നെസ് ഒക്കെ നല്ലോണം കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരു വൈബ്രേഷനൊക്കെ നമുക്ക് കയ്യിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. സോ അതാണ് ഓയിലിൻ്റെ കാര്യത്തിൽ. അപ്പം മോട്ടീവുകൾ ഞാൻ വളരെയധികം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 1.5 ലിറ്റേഴ്സിന് വരെ നമുക്കൊരു 1300 കിട്ടും. ഇത് ബട്ട് 1700 ml ഒഴിക്കണമെന്നാണ് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഒരു 1500 നമുക്ക് മോട്ടീവ് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു 5000 കിലോമീറ്റേഴ്സ് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാരുടെ പ്രിഫറൻസാണ്. 10,000 വരെ ഓടിച്ചാലും കുഴപ്പമില്ലെന്നാണ് കമ്പനി പറയുന്നത്. സോ റെക്കമെൻഡഡ് ഒരു 6,000-7,000 ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സോ സർവീസിങ്ങിൽ ഓയിൽ ചേഞ്ച് അല്ല ഞാൻ സ്വന്തമായിട്ടാണ് മാറുന്നത്. ബജാജിൽ അവരവരുടെ ഓയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ പിന്നെ അത് വേറെ ബാക്കിയുള്ള ബേസിക്സ് കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ സർവീസ് സെൻറ്ററിൽ. സോ അപ്പം നമുക്ക് സർവീസ് ഹിസ്റ്ററിയും കിട്ടും, വാറൻറ്റിയും. നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ വാറൻറ്റി ക്ലെയിം ചെയ്യാനും പറ്റും. സോ ഞാൻ എടുത്ത ടൈമിൽ 5 years വാറൻറ്റിയും കൂടെ പറയുന്നുണ്ടായിരുന്നു. 5 years അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. സോ ഇനിയും ഒരു 24,000 വാറൻറ്റി നമുക്ക് കിട്ടുന്നതാണ്. സോ
ആൻഡ് പിന്നെ സർവീസിങ്ങിൽ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പം ബജാജ് പാർട്സിന് ക്വാളിറ്റി ഇഷ്യൂസ് പലരും പറയാറുണ്ട്. ബജാജിലെ ഒരു പണ്ട് തൊട്ടേ എൻ്റെ ചെറുപ്പം തൊട്ടേ കേൾക്കാറുള്ള ഒരു പ്രശ്നമാണ് ബജാജിൻ്റെ ചെയിൻ വളരെയധികം മോശമാണെന്നുള്ള രീതി. പൾസേഴ്സ് എല്ലാ പൾസേഴ്സിലും ഞാൻ ഒരു പരിധി വരെ കണ്ടിട്ടുള്ള എല്ലാ പൾസേഴ്സിലും ചെയിൻ നോയ്സ് കാരണം ഓടിപ്പോകുന്ന ഒരു ബൈക്കായിട്ടാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അതായത് നല്ല ഇപ്പം റണ്ണിങ്ങിൽ നല്ല ചെയിൻ സൗണ്ടോടുകൂടി പോകുന്ന ബൈക്കിനെ ഞാൻ ഒരു പരിധി വരെ നല്ല ശതമാനം കണ്ടിട്ടുള്ളൂ. സോ അപ്പം ഈവൻ ദോ പൾസേഴ്സ് ഉപയോഗിക്കുന്ന കുറേ പേരും പറയാറുണ്ട് ബജാജിൻ്റെ ചെയിൻ മോശമാണ്, അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പം എനിക്കും ഞാൻ എൻ്റെ സ്റ്റോക്ക് ചെയിൻ മാറുന്ന ഒരു 18,000-ലാണ്. ഒരു 14,000 15,000 ആയപ്പോഴത്തേക്കും പതിയെ ലൂസ് സ്റ്റേറ്റും ചെയിൻ നോയ്സും ഒക്കെ വന്നു തുടങ്ങി. ഒരു ഭയങ്കരമായിട്ട് ഒരു ചെയിൻ സൗണ്ടൊക്കെ വന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ 19,000-ലാണ് ചെയിൻ മാറുന്നത്. അപ്പോൾ ബജാജിൻ്റെ ചെയിനിന് ക്വാളിറ്റി കുറവാണല്ലോ എന്ന് ഓർത്ത് ഞാൻ റോളോൻ്റെ ബ്രാസാണ് ട്രൈ ചെയ്തത്. സോ ഞാൻ 19,000-ൽ 20,000 സർവീസിങ്ങിൽ ആയിട്ടാണ് ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് എല്ലാം മാറുന്നത്. സോ അതും ഞാൻ സർവീസ് സെൻ്ററിൽ കൂടെ സർവീസിങ്ങിന് പോയ ടൈമിലാണ് മാറിയത്. സോ ആ ടൈം ഞാൻ അപ്പം 1000 കിലോമീറ്റേഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെയിനിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ നോയ്സ് വരാൻ തുടങ്ങി. നോയ്സ് വന്ന് തുടങ്ങി. ഞാൻ വേറെ ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് കാണിച്ചപ്പം ഈ പുതിയ ചെയിൻ ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞ ചെയിന് വരെ ലൂസ് സ്റ്റേറ്റിൻ്റെ പ്രശ്നമുണ്ടെന്ന് പുള്ളി പറയാൻ തുടങ്ങി. സോ അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ ഞാൻ ഇനി റോളോൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണോ, ഈ ബജാജിൻ്റെ ചെയിൻ മാറി ചെയിൻ സൗണ്ടൊന്നും ഇല്ലാതെ കുറച്ചുകൂടെ സ്മൂത്തറായിട്ട് പോകാൻ വേണ്ടി മേടിച്ച ചെയിനും ഇതേ പ്രശ്നമാണല്ലോ എന്നോർത്ത് ഞാൻ റോളോൻ്റെ ഭാഗത്ത് എല്ലാം ഇനി ക്വാളിറ്റി കുറഞ്ഞ സാധനമാണോ എന്നറിയാൻ വേണ്ടി പല രീതിയിലും ഞാൻ അന്വേഷിച്ചു. സോ എനിക്ക് അത് കഴിഞ്ഞെല്ലാം മനസ്സിലായി വെച്ചിട്ട് അവർ അതായത് സർവീസ് സെൻ്ററിൽ നിന്ന് ചെയിൻ മാറിയ ടൈമിൽ തന്നെ ഓവർ ടൈറ്റ് ആക്കിയാണ് അവർ വിടുന്നത്. സോ അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്കൊരു 1000 കിലോമീറ്റേഴ്സ് ആയപ്പോൾ പോലും തന്നെ എനിക്കൊരു ലൂസ് സ്റ്റേറ്റിൻ്റെ പ്രശ്നം പോലെ കണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇച്ചിരി കൂടെ കോൺഷ്യസ് ആവാൻ തുടങ്ങി ഈ ചെയിൻ്റെ കാര്യത്തിൽ. സോ കറക്റ്റായിട്ട് ഇപ്പോൾ ഓരോ തവണ ഞാൻ സർവീസ് കഴിയുമ്പോൾ പുറത്ത് മെക്കാനിക്കിൻ്റെ അടുത്ത് പോയി ഒന്നുകൂടെ കറക്റ്റ് ചെയ്യിപ്പിക്കും, ടെൻഷനെല്ലാം കറക്റ്റാക്കും. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു ചെയിൻ നോയ്സോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്തോ ചെറിയ ലൂസ് ടൈറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇപ്പം വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇട്ട ടൈമിലാണെങ്കിൽ പോലും ചെയിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സൗണ്ട് ഇവർ ഓവർ ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഓരോ സർവീസ് കഴിയുമ്പോഴും ഒന്നെങ്കിൽ അവരോട് തന്നെ പറഞ്ഞ് ചെയിൻ ടെൻഷൻ കുറച്ച് കറക്റ്റ് ചെയ്യിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയി ചെയിൻ ടൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, അതായത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. സോ എനിക്ക് മനസ്സിലായ വെച്ചിട്ട് ബജാജിൻ്റെ പാർട്സിന് ക്വാളിറ്റി കുറവല്ല, സർവീസിങ്ങിൽ അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവർ ഓവർ ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെ ചെയിൻ്റെ ലൈഫ് കുറയുന്നതാണ്, അല്ലാതെ ക്വാളിറ്റി കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബജാജിൻ്റെ ഞാൻ സ്റ്റോക്ക് ചെയിൻ എനിക്കൊരു 14,000-15,000 വരെ സൗണ്ടൊന്നും ഇല്ലാതെ നല്ല രീതിയിലാണ് പോയത്. സോ മേ ബി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. സോ ഞാൻ കരുതുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്നാണ് അവർ ഓവർ ടൈറ്റ് ചെയ്ത് ചെയിൻ ലൈഫ് കുറയ്ക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അതാണ് എനിക്ക് സർവീസിങ്ങിൻ്റെ സൈഡിൽ നിന്ന് മോശമായിട്ടുണ്ടായ ഒരു അനുഭവം എന്ന് പറയാം. അല്ലാതെ വേണമെങ്കിൽ എൻ്റെ ബൈക്കിൻ്റെ ബാക്ക് സസ്പെൻഷന് ചെറിയ രീതിയിൽ റസ്റ്റ് ആവുന്നുണ്ട്. ഈവൻ ഒരു ഫസ്റ്റ് ഇയർ ഒരു 6 മാസം ആകുമ്പോൾ തന്നെ റസ്റ്റ് വരുന്ന പോലെ ഞാൻ നോട്ടീസ് ചെയ്ത് ഓരോ തവണയും പോയി മാറ്റി തരണമെന്ന് പറയുമ്പോൾ പോലും അവർ ലീക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വാറൻറ്റിയിൽ മാറാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ
ഞാൻ അപ്പം ബജാജിന് നേരിട്ടൊരു കംപ്ലയിൻറ്റ് മെയിൽ ത്രൂ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാമെന്നോർത്താണ് ഇരിക്കുന്നത്. സോ ഞാൻ ഒരു സെക്കൻഡ് സർവീസ് തൊട്ടേ കംപ്ലയിൻറ്റ് പറയുന്നുണ്ടെങ്കിൽ ഇതുവരെ അത് മാറ്റി കിട്ടുമോ, അതിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതർ ദാൻ സർവീസിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈവൻ ദോ 400cc ബൈക്കാണെങ്കിൽ പോലും ഇതിൻ്റെ സർവീസിങ് എനിക്ക് വളരെ ചീപ്പറായിട്ടാണ് തോന്നിയത്. ഈവൻ ദോ ഓയിൽ ചേഞ്ച് ഒന്നും സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ചിലവ് വരാറില്ല. ബിലോ 1000 ഓരോ സർവീസിങ്ങിലും വരുന്നുള്ളൂ. സോ ഈവൻ ചെറിയ പാർട്സ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള കമ്പനിയുടെ ചെറിയ പാർട്സ്, ചെറുത് തൊട്ട് വലിയ പാർട്സ് വരെ ആണെങ്കിലും ഇന്ത്യൻ മാനുഫാക്ചർ ആയതുകൊണ്ടായിരിക്കണം വളരെയധികം ചീപ്പറാണ്. നമ്മുടെ കീശ കീറാതെ തന്നെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. സോ വേറെ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസേ വരുത്തിയിട്ടുള്ളൂ. പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഞാനൊരു എയർ ഫിൽറ്റേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ റേഡിയസ് സ്പാർക്ക് പ്ലഗ് ആക്കിയിട്ടുണ്ട്. പിന്നെ കിക്കിങ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് ആൻഡ് റെയർ വെസ്റയുടെ സെറാമിക് ബ്രേക്ക് പാഡ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. സോ അതും അപ്ഗ്രേഡ് ചെയ്തിട്ടൊരു 2000 കിലോമീറ്റേഴ്സ് ആയിട്ടേ ഉള്ളൂ. അതും നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. സോ ഈവൻ ദോ വെസ്റ നല്ലൊരു ബ്രേക്ക് പാഡാണെങ്കിലും ഡോമിനാറിൻ്റെ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് ബ്രേക്കിംഗ് കുറച്ച് ശോകമാണ്. ഞാൻ മേടിച്ച ടൈമിൽ ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു 5000-6000 കിലോമീറ്റേഴ്സ് വരെ സ്റ്റോക്ക് ബ്രേക്ക് പാഡിൽ എനിക്ക് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടായിരുന്നു. നല്ലൊരു ബൈറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ഗ്രാജുവലി കുറഞ്ഞു വന്നു. ഈവൻ ദോ ഞാൻ 10,000 അടുത്ത ബ്രേക്ക് പാഡ് മാറിയെങ്കിലും പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ബൈറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഫ്ലൂയിഡ്സ് ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നെങ്കിലും നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു ബൈറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല, ഈവൻ ദോ ബ്രേക്ക് മാറിയിരുന്നെങ്കിൽ. സോ ബ്രേക്ക് പാഡ് ഞാനിപ്പം ഫ്രണ്ടും റെയറും വെസ്റ സെറാമിക് ബ്രേക്ക് പാഡ് ആണ് ഇട്ടേക്കുന്നത്. സോ എൻ്റെ റെക്കമെൻഡേഷൻ, ഇപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 2 ബ്രേക്ക് പാഡ് മാറാം. ഫ്രണ്ട് ആൻഡ് റെയർ മാറുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അത് മാറിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് ബ്രേക്ക് പാഡ്സ് മാറിയാൽ മതി. ബാക്ക് ബ്രേക്ക് പാഡ് മാറുമ്പോൾ തന്നെ നല്ലൊരു ബാക്ക് ബ്രേക്കിലൊരു വെയിറ്റ് കിട്ടും. നമ്മുടെ ഡോമിനാറിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് അത്യാവശ്യം നല്ല ബൈറ്റ് കിട്ടുന്ന ബ്രേക്കാണ്. സോ ഫ്രണ്ട് മാറിയില്ലെങ്കിലും ബാക്ക് മാറുന്നത് നല്ലതാണെന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ. സോ പിന്നെ അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഞാൻ ഈയിടെയാണ് മാറിയത്. ഒരു 24,000-25,000 എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് പാഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ബാക്ക് ബ്രേക്ക് പാഡ് മാറുന്നത് 10,000 പിന്നെ എയർ ഫിൽറ്റേഴ്സ് എല്ലാം 10,000 മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് മാറി പെർഫോമൻസ് എയർ ഫിൽറ്ററായി. പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വേറൊരു കാര്യമായിരിക്കാം ടയർ. ബജാജിൻ്റെ സ്റ്റോക്ക് വരുന്ന ടയർ കുഴപ്പമില്ല. നിങ്ങൾ നോർമൽ യൂസ് ഒരു കമ്മ്യൂട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ തന്നെയാണ്. MRFൻ്റെ ആണ്. സോ നോർമൽ യൂസിനാണെങ്കിൽ അതൊരു നല്ല ടയർ തന്നെയാണ്. അതിൻ്റെ പെയർ ടയറിന് ഒരു 6,000-7,000 ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടെ നല്ലൊരു ടയർ നോക്കുന്നുണ്ടെങ്കിൽ ഡോമിനാറിന് പറ്റിയൊരു ടയറാണ് അപ്പോൾ ആൽഫ H1. സോ ഇതിൻ്റെ ഒരു പെയറായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു 10,000 തൊട്ട് 10,500 കിട്ടുന്നുണ്ട്. അല്ലാതെ സെപ്പറേറ്റ്ലി മേടിക്കുവാണെങ്കിൽ ഒരു 11K അടുത്താവുന്നുണ്ട്. സോ ഇതൊരു നല്ലൊരു അപ്ഗ്രേഡാണ്. സോ നല്ല ഇപ്പോൾ ടയർ മാറിയതിന് ശേഷം നല്ല രീതിയിൽ കോർണർ ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു സ്റ്റെബിലിറ്റി എല്ലാം ടയർ അപ്പോളോ ആൽഫ H1 മാറിയ ടൈമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ പഴയ സ്റ്റോക്ക് ടയർ എനിക്കൊരു ഫ്രണ്ട് ആൻഡ് റെയർ ടയർസ് എനിക്കൊരു 18K to 19K കിട്ടിയിട്ടുണ്ടായിരുന്നു.
ബ്രേക്ക് പാഡ്സ് അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറുന്നത് ഞാൻ ഈയിടെയാണ്. 25,000-25,000 ബാക്ക് 10,000 ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ബ്രേക്ക് പാഡ്സിൻ്റെ ലൈഫ് അങ്ങനെയാണ്. പിന്നെ ചെയിൻ മാറുന്നത് ഞാനൊരു 14,000-15,000 ആയപ്പോൾ തന്നെ ചെയിൻ നോയ്സ് വന്ന് തുടങ്ങി. ചെയിൻ നോയ്സ് ആൻഡ് ലൂസ് സ്റ്റേറ്റ് ഇഷ്യൂ വന്നു തുടങ്ങി. അത് കുറച്ച് നാളുകൂടെ ഓടിച്ച് ഒരു 8, അതും ഞാനൊരു 19K ആയ ടൈമിലാണ് ചെയിൻ മാറുന്നത്. പിന്നെ ബാക്കിയുള്ള പീരിയോഡിക് സർവീസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മെയിനായിട്ട് ചേഞ്ച് ചെയ്യാനുള്ളൂ. പിന്നെ ഓയിൽ ചേഞ്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 5,000-6,000 ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എൻജിൻ ലൈഫ് കുറച്ചുകൂടെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻജിൻ ലൈഫ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവുന്നതാണ്. സോ ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജും നല്ലൊരു ഡീലും ഒക്കെ ആയിട്ടാണ് ഇപ്പം ഈ ഒരു 26,000 വരെയും എനിക്ക് ഡോമിനാർ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഇതൊരു നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ചൂസായിട്ടേ ഞാൻ പറയുള്ളൂ ഡോമിനാർ ഫോണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ഹെൽപ്ഫുള്ളായെന്ന് തോന്നുന്നു. ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ലൈക്കിങ് ആൻഡ് സബ്സ്ക്രൈബിങ് ദ ചാനൽ. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ദെൻ സീ യു ലേറ്റർ. അണ്ടിൽ ദെൻ ബൈ.